നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. ലഡാക്കിൻ്റെ പ്രത്യേക പദവിക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി പോരാടുന്ന സോനം വാങ്ചുക്കിൻ്റെ കേസിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോടതി സർക്കാരിനെ തിരുത്തുന്നത്. വാങ്ചുക്കിൻ്റെ പ്രസംഗങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് ഹാജരാക്കുന്നതിൽ കാലതാമസം വരുത്തിയതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ലഡാക്കിനെ ഭരണഘടനയുടെ 6-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിലേക്ക് നടത്തിയ പദയാത്രയ്ക്കിടെയാണ് സോനം വാങ്ചുക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനെതിരെയുള്ള ഹർജി പരിഗണിക്കവേ വാങ്ചുക്ക് നടത്തിയ പ്രസംഗങ്ങളിൽ പ്രകോപനപരമായ ഉള്ളടക്കമുണ്ടോ എന്ന് പരിശോധിക്കാൻ അതിൻ്റെ രേഖാമൂലമുള്ള വിവർത്തനം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ട്രാൻസ്ക്രിപ്റ്റുകൾ തയ്യാറാക്കാൻ സമയം വേണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദത്തെ കോടതി തള്ളി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വിവർത്തനം സാധ്യമായ കാലത്ത് എന്തിനാണ് കാലതാമസമെന്ന് കോടതി ചോദിച്ചു. സമാധാനപരമായ പ്രതിഷേധം നടത്തുന്നവരെ തടഞ്ഞു വയ്ക്കുന്നത് പൗരൻ്റെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ എന്ന് കോടതി പരിശോധിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്ന സർക്കാർ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിൽ പിന്നോട്ടു പോകുന്നത് വൈരുദ്ധ്യമാണെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ പരാമർശം നടത്തിയത്. ലഡാക്കിലെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും അത് വ്യക്തമാക്കാനും കോടതി ആവശ്യപ്പെട്ടു. ഭരണ സംവിധാനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വാംശീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് സുപ്രീം കോടതി വിരൽ ചൂണ്ടുന്നത്. ഒരു വ്യക്തിയുടെ കേസ് എന്നതിനപ്പുറം ഡിജിറ്റൽ യുഗത്തിൽ നിയമവ്യവസ്ഥയും അന്വേഷണ ഏജൻസികളും എത്രത്തോളം വേഗത കൈവരിക്കണം എന്ന വലിയ ചർച്ചയ്ക്കും ഈ കേസ് വഴിയൊരുക്കുന്നുണ്ട്. സോനം വാങ്ചുക്കിൻ്റെ പോരാട്ടം ലഡാക്കിൻ്റെ മണ്ണിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിലും പുതിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയാണ്. വരും ദിവസങ്ങളിൽ കേസിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഇടപെടലുകൾ പ്രതീക്ഷിക്കാം. നമുക്ക് ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്ത പരിശോധിക്കാം. വർഷങ്ങളായി തുടരുന്ന ശത്രുതയ്ക്കും ഉപരോധങ്ങൾക്കും അറുതി വരുത്താനായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. സ്വിറ്റ്സർലൻഡിലെ ഒമാൻ എംബസി വേദിയാകുന്ന ഈ ചർച്ചകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള നയതന്ത്ര ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ ഒമാൻ എംബസി ഒരു ന്യൂട്രൽ ഗ്രൗണ്ടായി പ്രവർത്തിക്കുകയാണ്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുക, തടവുകാരെ കൈമാറുക തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളാണ് ചർച്ചയുടെ അജണ്ടയിലുള്ളത്. ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനും അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ പരിശോധനകൾക്ക് അനുമതി നൽകാനും അമേരിക്കയുടെ സമ്മർദ്ദമുണ്ട്. പകരമായി ഇറാനുമേൽ ചുമത്തിയിട്ടുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ഇറാൻ്റെ പ്രധാനമായ ആവശ്യം. ലബനൻ, യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സായുധ ഗ്രൂപ്പുകൾക്കുള്ള ഇറാൻ്റെ പിന്തുണ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം 2018 ആണവ കരാറിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ വഷളായത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുന്നത് ലോകം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. എണ്ണ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാനും ഈ ചർച്ചകൾ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. ഒമാൻ ഭരണകൂടം ഇതിനു മുൻപും ഇത്തരം ചർച്ചകൾക്ക് വേദിയൊരുക്കിയിട്ടുണ്ട്. ഇത്തവണ സ്വിറ്റ്സർലൻഡിലെ അവരുടെ എംബസി തിരഞ്ഞെടുത്തത് ചർച്ചകളുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാനാണെന്ന് വ്യക്തം. അമേരിക്കൻ വിദേശകാര്യ പ്രതിനിധികളും ഇറാൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും തമ്മിൽ ഇതിനകം തന്നെ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയതായാണ് സൂചന. എന്നാൽ ഈ ചർച്ചകൾക്കെതിരെ ഇരു രാജ്യങ്ങൾക്കുള്ളിലും ശക്തമായ രാഷ്ട്രീയ എതിർപ്പുകളും നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഒരു തരത്തിലുള്ള ഇളവും നൽകരുതെന്ന അമേരിക്കയിലെ ഒരു വിഭാഗം വാദിക്കുമ്പോൾ അമേരിക്കയെ വിശ്വസിക്കരുത് എന്നാണ് ഇറാൻ്റെ നിലപാട്. ഈ കടമ്പകളെല്ലാം മറികടന്ന് ഒരു കരാറിലെത്താൻ നയതന്ത്ര പ്രതിനിധികൾക്ക് കഴിയുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സ്വിറ്റ്സർലൻഡിലെ ഒമാൻ എംബസിയിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച കേവലം ഒരു ചർച്ചയല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന വലിയൊരു പ്രക്രിയയുടെ തുടക്കമാണ്. ചർച്ചകളുടെ പുരോഗതി വരും ദിവസങ്ങളിൽ ആഗോളതലത്തിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കും.